നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ തുടർച്ചയായ രണ്ടാം ദിനവും കനത്ത പ്രത്യാക്രമണം നടത്തിയിരിക്കുകയാണ് US. ഇറാനുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭീഷണിയുടെ സ്വരം കടുപ്പിച്ചു. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ഒമാൻ ഇടനാഴി ഉപയോഗിച്ച ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇറാൻ തിരിച്ചയച്ചു. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ വൻ നഷ്ടമുണ്ടാകുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഹോർമൂസ് കടലിടുക്കിൽ 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ തുടർച്ചയായ രണ്ടാം ദിനവും കനത്ത പ്രത്യാക്രമണവുമായി US. ആദ്യ ദിനം 80 ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം 90 ലക്ഷ്യങ്ങളിലായാണ് ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ അറിയിച്ചു. അതേസമയം ഇങ്ങോട്ട് ഒന്നടിച്ചാൽ അങ്ങോട്ട് 20 തവണ തിരിച്ചടിക്കുമെന്ന് ഇറാനുമേൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ ഭീഷണിയുടെ സ്വരവും കടുപ്പിച്ചു. ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിക്കുന്ന ഇറാൻ്റെ നടപടി തുടർന്നാൽ ഇറാനിൽ US ബോംബ് മഴ പെയ്യിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ കഴിഞ്ഞ ദിവസം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടി എന്നോണമാണ് ഇറാനിൽ US കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. പകരം വീട്ടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ എണ്ണയ്ക്ക് നൽകിയ ഉപരോധ ഇളവ് ട്രംപ് പിൻവലിച്ചു. ഇറാൻ്റെ എണ്ണ കയറ്റുമതിയുടെ സുപ്രധാന ഹബ്ബായ ഗാർക്ക് ദ്വീപ് US പിടിച്ചെടുക്കുമെന്ന ഭീഷണിയും ട്രംപ് തൊടുത്തുവിട്ടു. ഇറാനിലെ റെയിൽവേ പാലങ്ങൾ, സേനാ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് US സൈന്യം ആക്രമണം നടത്തിയത്. ഗാർക്ക് ദ്വീപിലും ആക്രമണമുണ്ടായെങ്കിലും എണ്ണ വിതരണ സംഭരണ കേന്ദ്രങ്ങളെ ഉന്നം വെച്ചില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി. കുവൈറ്റിനെതിരെ തുടർച്ചയായ രണ്ടാം ദിവസവും വ്യോമാക്രമണ ശ്രമം. ഇതിനെ തുടർന്ന് രാജ്യവ്യാപകമായ അപകട മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി. ആക്രമണങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായി കുവൈറ്റ് ആർമി അറിയിച്ചു. കുവൈറ്റ് വ്യോമ പ്രതിരോധ സേനയാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ നേരിട്ടത്. വ്യോമ ആക്രമണങ്ങൾ ചെറുക്കുന്നതിൻ്റെ ഭാഗമായാണ് വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുജനങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. മിസൈൽ ഡ്രോൺ അവശിഷ്ടങ്ങളുടെ അടുത്തേക്ക് പോകരുതെന്നും ആർമി ജനറൽ സ്റ്റാഫ് പൗരന്മാരോടും താമസക്കാരോടും അഭ്യർത്ഥിച്ചു. പൊതുസുരക്ഷയ്ക്കായി അവയുടെ ഫോട്ടോ എടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിക്കുന്നതും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലെ ഒമാൻ ഇടനാഴി ഉപയോഗിച്ച ഇന്ത്യൻ എണ്ണക്കപ്പൽ ഇറാൻ തിരിച്ചയച്ചു. ഒമാൻ തീരത്തുകൂടിയുള്ള താൽക്കാലിക സമുദ്ര ഇടനാഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച ഇന്ത്യൻ ടാങ്കറിനെയാണ് തിരിച്ചയച്ചത്. ഇറാൻ വാർത്താ ഏജൻസിയായ ഫ്രാസാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ നിർദ്ദേശിച്ച ഷിപ്പിംഗ് പാത തന്നെ ഉപയോഗിക്കാൻ കപ്പലിന് നിർദ്ദേശം നൽകുകയായിരുന്നുവെന്നാണ് വാദം. ഒമാൻ ഇടനാഴി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പലുകൾക്ക് റേഡിയോ വഴി ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇന്ത്യൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രതികരണം വന്നിട്ടില്ല. മേഖലയിലെ സംഘർഷം മൂലം ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ഒഴിപ്പിക്കുന്നതിനായി ജൂൺ 24-നാണ് ഒമാനും ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനും ചേർന്ന് ഈ താൽക്കാലിക ഇടനാഴി പ്രഖ്യാപിച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധം മൂലം ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ വൻ നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ട്. HPCL, BPCL, IOCL തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ നഷ്ടം 47,700 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ട്. ജാപ്പനീസ് ബ്രോക്കറേജ് കമ്പനിയായ നോമുറയുടെ കണക്ക് പ്രകാരം HPCLന് 13,900-ഉം BPCLന് 15,800 കോടിയും IOCLന് 17,300 കോടിയുമായാണ് നഷ്ടം. പെട്രോൾ, ഡീസൽ, LPG എന്നിവ വിറ്റതിലൂടെയാണ് എണ്ണ കമ്പനികൾക്ക് ഇത്രയും വലിയ നഷ്ടമുണ്ടായത്. പെട്രോളും ഡീസലും 20 മുതൽ 21 രൂപ വരെ നഷ്ടത്തിലാണ് എണ്ണ കമ്പനികൾ വിറ്റത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ഒന്നാം പാദത്തിലാണ് കമ്പനികൾക്ക് ഇത്രയും നഷ്ടം നേരിട്ടത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ 5-ാം പാദത്തിൽ പരമാവധി നഷ്ടം ലിറ്ററിന് 5 രൂപ മാത്രമായിരുന്നു. ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ JF ഫിനാൻസിൻ്റെ കണക്ക് പ്രകാരം HPCL, BPCL, IOCL എന്നിവയുടെ നഷ്ടം 47,000 കോടി കടക്കുമെന്നാണ് റിപ്പോർട്ട്. നഷ്ടത്തിൻ്റെ കണക്കുകളും യുദ്ധവും കൂടി എത്തിയതോടെ ഇന്ത്യയിൽ ഇന്ധനവില കുറയാനുള്ള സാധ്യതകൾ വിരളമാകുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്നും 25 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ 200 മെഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം ലഭിക്കുന്ന കരാറിന് അംഗീകാരം നേടി KSCB.
കരാർ പ്രകാരം യൂണിറ്റിന് 2.93 രൂപ എന്ന കുറഞ്ഞ നിരക്കിലാണ് വൈദ്യുതി ലഭിക്കുക. സൗരോർജ്ജ നിലയങ്ങളിൽ നിന്നും പകൽ ലഭിക്കുന്ന ഈ വൈദ്യുതി വൈകിട്ട് 6 മുതൽ അർദ്ധരാത്രി വരെയുള്ള ഏറ്റവും ആവശ്യകത കൂടിയ സമയത്ത് സംസ്ഥാനത്തിന് ഉപയോഗിക്കാനാകും. വെൽസൺ റിന്യൂവബിൾ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും സോളാർ എനർജി കോർപ്പറേഷൻ 2.86 രൂപയ്ക്ക് വാങ്ങുന്ന വൈദ്യുതി യൂണിറ്റിന് 7 പൈസ ട്രേഡിംഗ് മാർജിൻ ചേർത്താണ് KSEBക്ക് 2.93 രൂപയ്ക്ക് നൽകുക. പീക്ക് സമയത്ത് ലഭിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണിത്. ആവശ്യമായ വൈദ്യുതി നൽകാതിരുന്നാൽ കരാർ നിരക്കിൻ്റെ 1.5 ഇരട്ടി പിഴ ലഭിക്കാനും വ്യവസ്ഥയുണ്ട്. KSEB ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പദ്ധതിക്ക് അംഗീകാരം നൽകി സോളാർ എനർജി കോർപ്പറേഷനുമായി ഒപ്പിടേണ്ട കരാറിൻ്റെ കരട് രേഖയും തയ്യാറാക്കിയ ശേഷമാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടിയത്. 2050 ആകുമ്പോഴേക്കും ക്യാൻസർ കേസുകൾ ഇരട്ടിയാകുമെന്ന് ലോകാരോഗ്യ സംഘടന. പ്രതിവർഷം 35 ദശലക്ഷം ക്യാൻസർ കേസുകൾ ഉണ്ടാകുന്നുവെന്നും 2024 അപേക്ഷിച്ച് 66.7% വർധനവാണ് ഉണ്ടായതെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. രോഗം പ്രതിരോധിക്കുന്നതിനും നേരത്തെ കണ്ടെത്തുന്നതിനും അടിയന്തര ഇടപെടൽ അനിവാര്യമാണെന്നും പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. നിലവിൽ ആഗോളതലത്തിൽ പ്രതിദിനം 26,000 പേർ ക്യാൻസർ മൂലം മരിക്കുന്നുണ്ട്. ഹൃദ്രോഗത്തിന് ശേഷം മരണകാരണമാകുന്ന രണ്ടാമത്തെ പ്രധാന രോഗമാണിത്. പ്രതിവർഷം ഏകദേശം 20.6 ദശലക്ഷം പുതിയ കേസുകളും 10 ദശലക്ഷത്തോളം മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന പറയുന്നു. 2010 മുതൽ ലോകമെമ്പാടും പുകയില ഉപയോഗം 27% കുറഞ്ഞത് ആശ്വാസകരമായ കാര്യമാണെന്നും ഇത് ചിലയിടങ്ങളെങ്കിലും ശ്വാസകോശ ക്യാൻസർ കേസുകളും മരണങ്ങളും കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമിതവണ്ണം, അണുബാധകൾ, അമിതമായ മദ്യാസക്തി തുടങ്ങിയ മറ്റു പ്രധാന പ്രതിരോധ മേഖലകളിൽ കൂടുതൽ ഊർജിതമായ നടപടികൾ ആവശ്യമാണെന്നും പുകയില നിയന്ത്രണവും കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഡിസ്പ്ലേ, മൊഡ്യൂളുകൾ, സ്മാർട്ട് ഫോൺ, വയർലെസ് ചാർജിംഗ് സിസ്റ്റങ്ങൾ, ലിഥിയം അയൺ ബാറ്ററികൾ എന്നിവയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ഘടകങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവ് കേന്ദ്ര സർക്കാർ നീട്ടി. 2029 മാർച്ച് 31 വരെയാണ് ഇളവ്. കേന്ദ്ര ധനമന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. കേന്ദ്രത്തിൻ്റെ നടപടി രാജ്യത്തെ ഉൽപ്പാദകരുടെ ചെലവ് കുറയ്ക്കാനും ഇലക്ട്രോണിക്സ് ഉൽപ്പാദന മേഖലയ്ക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓട്ടോമോട്ടീവ്, മെഡിക്കൽ ഉപകരണങ്ങൾ, വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ അസംബ്ലികളുടെ നിർമ്മാതാക്കൾക്കാണ് ഇതിൻ്റെ പ്രധാന പ്രയോജനം ലഭിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ് വിദഗ്ധനെ തേടി നിർമ്മിത ബുദ്ധി കമ്പനിയായ ഓപ്പൺ AI സാൻ ഫ്രാൻസിസ്കോയിലെ അപ്ലൈഡ് AI ടീമിലേക്കാണ് നിയമനം. പ്രതിമാസം $1,85,000 മുതൽ $2,05,000 വരെയാണ് ശമ്പളവും ഓഹരികളുമാണ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതൊരു പരമ്പരാഗത ബാങ്കിംഗ് ജോലിയല്ല. AI സിസ്റ്റങ്ങളെ പരിശീലിപ്പിക്കുകയാണ് വിദഗ്ധൻ ചെയ്യേണ്ടത്. പരിശീലനം തേടുന്ന AI സംവിധാനങ്ങൾ തുടർന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർമാർ ചെയ്യുന്ന പ്രതിദിന ജോലികൾ ഏറ്റെടുക്കും. കമ്പനി ഇൻഡസ്ട്രി റിസർച്ച്, ഫിനാൻഷ്യൽ അനാലിസിസ്, വാലുവേഷൻ, ഡീൽ എക്സിക്യൂഷൻ, ക്ലയൻറ്റ് പ്രസൻറ്റേഷനുകൾ എന്നിവയിൽ കുറഞ്ഞത് 2 വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ് പരിചയമുള്ള ആളെയാണ് ഓപ്പൺ AI തേടുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കർമാർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ AI മോഡലുകൾ സഹായിക്കണം. AI സൃഷ്ടിക്കുന്ന ഔട്ട്പുട്ടുകൾ പരിശോധിക്കുക, AI നന്നായി പ്രവർത്തിക്കുന്ന മേഖലകൾ കണ്ടെത്തുക, ബാങ്കിംഗ് പ്രൊഫഷണലുകൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ടൂളുകൾ നിർമ്മിക്കാൻ ടീമുകളെ സഹായിക്കുക തുടങ്ങിയവയാണ് ചുമതലകൾ. ഇതോടുകൂടി 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.